ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഗബ്രിയേൽ ദൂതൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തോട് അരുളി ചെയ്യുന്ന വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഇത് മംഗളവാർത്തയുടെ വചനങ്ങളാണ്. ഇതേപോലെയുള്ള വചനങ്ങൾ ഗബ്രിയേൽ ദൂതൻ അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരാളോടും പറയുന്നുണ്ട്. അത് സക്രിയായോടാണ്, സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ഈ രണ്ടുപേരും ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സക്രിയായും വാർദ്ധക്യത്തിലുള്ള കുഞ്ഞായതുകൊണ്ട് ചില സംശയങ്ങൾ ചോദിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം കന്യകയായതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ചോദിക്കുന്നു. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ കന്യകാമറിയം ചില സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് നിവാരണങ്ങളായി മാലാഖ തിരിച്ചുത്തരങ്ങളൊക്കെ നൽകും. പക്ഷേ അതേപോലെയുള്ള സംശയം സക്രിയ ചോദിക്കുമ്പോൾ മാലാഖ നിവാരണം നൽകില്ല. മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞതുപോലെയല്ല, സക്രിയായോട് പറയും, നിനക്കൊരു അടയാളം നൽകും, നീ കുഞ്ഞ് ജനിക്കുന്നവരെ മൗനിയായി മാറും, നീ ആരോടും സംസാരിക്കാൻ കഴിയാത്തവനായി മാറും. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ഒരിടത്ത് സംശയ നിവാരണവും മറ്റൊരിടത്ത് സംശയ നിവാരണങ്ങൾ ഇല്ലാതെയും പോയത്? അതിന് ഉത്തരം ഇതാണ്: ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും സംശയങ്ങൾ ഉള്ളിൽ വെച്ച് സൂക്ഷിക്കാൻ പാടില്ല എന്ന് സ്വർഗത്തിന് വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ ഉത്തരങ്ങളുണ്ടാകും. അങ്ങനെ സംശയം വെച്ച് ദൈവത്തെ ഉള്ളിൽ സൂക്ഷിക്കാൻ പാടില്ല. എന്നാൽ സ്നാപയോഹന്നാൻ ദൈവതുല്യനായ ഒരു മനുഷ്യനാണ്, ദൈവമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനായതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്ക് നിവാരണം അത്ര അത്യാവശ്യവുമല്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ മംഗളവാർത്തയുടെ ഈ വചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മനോഹരമായൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെയൊക്കെ വിശ്വാസത്തെ ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തിൽ ചില സങ്കടങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ ദൈവത്തെപ്പോലും നമ്മൾ ചിലപ്പോഴൊക്കെ സംശയിക്കുകയും ദൈവത്തിൻ്റെ ആ അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും നാം ചോദ്യം ചെയ്ത് വന്നേക്കാം. പക്ഷേ അതൊന്നും നിമിഷ നേരം കൊണ്ട് തന്നെ മാറിപ്പോകണമെന്ന് ദൈവത്തിൻ്റെ ആവശ്യമാണ്. ഉള്ളിൽ സംശയങ്ങൾ വച്ച്, ഉള്ളിൽ അകൽച്ച വച്ച് ദൈവത്തെ പിന്തുടരാതിരിക്കാൻ ഈ ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.